മലയാളത്തിലൊരു സ്പീച്ച് പറയോ? മലയാളത്തിലോ? അത് ഇംഗ്ലീഷിലായിരുന്നില്ലേ, ഇനി മലയാളത്തിന്റെ പറയാം. എല്ലാവർക്കും എന്റെ നമസ്കാരം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരുടെയും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിനോടുള്ള സ്നേഹവും കൂറും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. 1947 നിന്ന് 2025 ആയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടികൾ ചവിട്ടിക്കയറുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം നെഞ്ചിലേറ്റി പറയാൻ ഓരോ ഇന്ത്യക്കാർക്കും കഴിയണം. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ ഇല്ലാതാവുകയാണ്. കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥകളാവുകയാണ്. ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്കെതിരായി മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു.